ഈ സണ്ണി ഡിയോൾ അഭിനയിച്ച ബോർഡർ എന്ന ഒരു ഹിന്ദി സിനിമയെ പറ്റി നിങ്ങൾ കണ്ടിട്ടുണ്ടോ അതോ ഓർക്കുന്നുണ്ടോ? പഴയ തലമുറയിൽ അല്ലെങ്കിൽ അല്പം ഒരു 10-20 വർഷങ്ങൾക്ക് മുൻപുള്ള കഥയാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ആ തരത്തിൽ വളരെ മനോഹരമായി ഹൃദയസ്പൃക്കായിട്ട് എടുത്ത ഒരു ബോളിവുഡ് സിനിമയുണ്ടായിരുന്നു, ബോർഡർ. സണ്ണി ഡിയോളാണ് നായകൻ. അപ്പം ആ സിനിമയുടെ ഇതിവൃത്തം എന്തായിരുന്നു? 1971 ഇന്ത്യയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ യുദ്ധങ്ങളിലൊന്ന് നടന്ന വർഷമാണ്. അന്ന് ബംഗ്ലാദേശില്ല, 71ൻ്റെ മുമ്പാണ് കേട്ടോ. കിഴക്കൻ പാകിസ്ഥാനും പടിഞ്ഞാറൻ പാകിസ്ഥാനും യഥാർത്ഥത്തിൽ ഈ തരത്തിലാണ് ഇന്ത്യയിൽ നിന്ന് പാകിസ്ഥാൻ വിഭജിച്ചു പോകുന്നത്. അതിനുശേഷം 1970 പാകിസ്ഥാനിൽ നടന്ന ഒരു പൊതു തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ അംഗങ്ങൾ കിഴക്കൻ പാകിസ്ഥാനിൽ നിന്നാണ് എന്നുള്ള ഒരു സ്ഥിതി വിശേഷമാണ് സംഭവിക്കുന്നത്. എന്നാൽ ദേശീയ അസംബ്ലിയിൽ കിഴക്കിൽ നിന്നുള്ള പാർട്ടി മേധാവിത്വം നേടുന്നത് പടിഞ്ഞാറൻ പാകിസ്ഥാനിലെ സുൾഫിക്കർ അലി ഭൂട്ടോ അടക്കമുള്ള നേതാക്കൾക്ക് അത്ര പഥ്യമായി തോന്നിയില്ല. അവിടെ പാർലമെന്റിൽ തന്നെ ഒരു പ്രതിസന്ധി രൂപപ്പെടുകയാണ്. ഇതോടെ 1971 മാർച്ച് 26 മുജീബുർ റഹ്മാൻ ബംഗ്ലാദേശ് എന്ന ആശയം മുന്നോട്ട് വെച്ച് സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കുകയാണ്. ബംഗ്ലാദേശ് എന്ന രാജ്യം അതിന് ഉള്ള ആദ്യത്തെ വിത്ത് പാകുന്നു. ഇതിനെ പാകിസ്ഥാൻ സർക്കാർ കടുംപിടുത്തത്തിൻ്റെയും ഉരുക്കുമുഷ്ടിയുടെയും ഭാഷയിൽ നേരിടാൻ തുടങ്ങിയതോടെ ആഭ്യന്തര കലാപം രൂക്ഷമായി. യഥാർത്ഥത്തിൽ ഇപ്പോഴുള്ള ഒരവസ്ഥ എന്ന് പറയുന്നത് പാകിസ്ഥാൻ്റെയും ബംഗ്ലാദേശിൻ്റെയും എന്താ പറയുക, വല്ലാത്ത ഒരു കാലഘട്ടത്തിലൂടെയാണ് ഈ രണ്ട് രാജ്യങ്ങളും കടന്നു പോകുന്നത് നമ്മൾ ഓർക്കണം. കാരണം ബംഗ്ലാദേശിൽ ഇപ്പോൾ ഇന്നലെ പോലും ഞാനൊരു ബംഗ്ലാദേശിയോട് സംസാരിച്ചപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞത് നമുക്ക് നാട്ടിലേക്ക് പോകാനാവില്ല, കാരണം നമ്മളൊക്കെ വിദേശത്തുള്ളത് കൊണ്ട് നാട്ടിലേക്ക് പോകാനാവില്ല. പോയി കഴിഞ്ഞാൽ നമ്മുടെ കയ്യിലുള്ളത് പിടിച്ചു പറിച്ചാൽ അതിനെ ചോദ്യം ചെയ്യാൻ നമുക്കാവില്ല, നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ അവിടെ പട്ടാളമില്ല, പോലീസില്ല, എല്ലാം പക്ഷപാതപരമായി അവരുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കുന്ന ആളുകളാണ് എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ അത്തരത്തിൽ വളരെ എന്താ പറയുക ഭീകരമായ ഒരു അവസ്ഥയിലൂടെയാണ് യഥാർത്ഥ ബംഗ്ലാദേശ് കടന്നു പോകുന്നത്. നമ്മൾ പറഞ്ഞു വന്ന കാര്യം, ഇന്ത്യയെ യുദ്ധക്കളത്തിലേക്ക് ഇറക്കിയ ഓപ്പറേഷൻ സെർച്ച് ലൈറ്റിൻ്റെ കഥയാണ്. ഈ പേരിട്ട് വിളിച്ച ഒരു ദൗത്യം, അതിൻ്റെ മറവിൽ പാകിസ്ഥാൻ ബംഗ്ലാദേശിൽ വ്യാപകമായ അക്രമങ്ങളും മനുഷ്യാവകാശ ധ്വംസനങ്ങളും നടത്തുകയായിരുന്നു. കാരണം ബംഗ്ലാദേശ് സ്വാതന്ത്ര്യം വേണമെന്ന് മുറവിളി കൂട്ടുന്നതോടുകൂടി പാകിസ്ഥാൻ ഉരുക്കുമുഷ്ടിയോടെ അതിനെ നേരിടാൻ ശ്രമിക്കുകയാണ്. 1971 ഡിസംബർ 3 പാകിസ്ഥാൻ 11 ഇന്ത്യൻ എയർ ബേസുകളിൽ വ്യോമാക്രമണം നടത്തിയതോടെ ഇന്ത്യ യുദ്ധക്കളത്തിലേക്ക് ഇറങ്ങി. യഥാർത്ഥത്തിൽ പാകിസ്ഥാന് ഈ ചൊറിച്ചിൽ ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. നമ്മുടെ സ്വാതന്ത്ര്യാനന്തരം നടന്ന പല യുദ്ധങ്ങളും ഈ തരത്തിൽ ഇന്ത്യയെ ചൊറിഞ്ഞുകൊണ്ട് തന്നെ, ഇന്ത്യ ഈ പറയുന്ന തരത്തിൽ ഇന്ത്യയെ പ്രകോപിപ്പിച്ചുകൊണ്ട് തന്നെ ഉണ്ടാക്കിയ യുദ്ധങ്ങളും അവർ തോറ്റ് അമ്പിയ തരത്തിലുള്ള യുദ്ധങ്ങളുമായിരുന്നു. ഈ രാജസ്ഥാനിലെ ജയ്സാൽമീർ മേഖലയിൽ രാജ്യാന്തര അതിർത്തിക്ക് സമീപം സ്ഥിതി ചെയ്യുന്ന ഒരു സ്ഥലമാണ് ലോങ്കേവാല. ഇവിടെ ഒരു BSF പോസ്റ്റ് ആ സമയത്ത് ഉണ്ടായിരുന്നു. എന്നാൽ യുദ്ധം തുടങ്ങി എന്നുള്ള റിപ്പോർട്ട്, കാരണം ഒരു ഭാഗത്ത് ബംഗ്ലാദേശിലുള്ള പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നു, അതിനെ അടിച്ചമർത്താൻ വേണ്ടി പാകിസ്ഥാൻ ശ്രമിക്കുന്നു, അതേ സമയത്ത് തന്നെ അവർ ഇന്ത്യയെ ആക്രമിക്കുകയും ചെയ്യുന്നു പാകിസ്ഥാൻ. അപ്പോൾ ഒരു യുദ്ധമായി ഇത് മാറി. അതോടെ BSF ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ് ആ ഒരു ഏരിയയിൽ നിന്ന് മാറുകയും ഇന്ത്യൻ സേന, കരസേന ആ ഭാഗത്തേക്ക് നിലയുറപ്പിക്കുകയും ചെയ്തു. പഞ്ചാബ് റെജിമെന്റിന് കീഴിലുള്ള 120 സൈനികർ മാത്രമാണ് ഈ ലോങ്കേവാലയിൽ ഉണ്ടായിരുന്നത്. കുൽദീപ് സിംഗ് ചാന്ദ്പുരി എന്ന മേജറായിരുന്നു കമാൻഡർ. നമ്മൾ നേരത്തെ പറഞ്ഞ സിനിമയിൽ സണ്ണി ഡിയോൾ യഥാർത്ഥത്തിൽ ഈ ഒരു റോളാണ് കൈകാര്യം ചെയ്യുന്നത്. ലോങ്കേവാലയിൽ അത്ര ശക്തമായ പ്രതിരോധ സന്നാഹങ്ങൾ ഒന്നുമില്ലായിരുന്നു. മൈനുകളോ മുള്ളുവേലികളോ ഒന്നുമില്ല. പഴയ കാലഘട്ടമാണ്, 71 നമ്മൾ ആ ഒരു സാഹചര്യത്തിലേക്ക് കൂടി പോകേണ്ടത്. എന്തായാലും പരിമിതമായ ആയുധങ്ങളും അപരിമിതമായ ധൈര്യവും മാത്രമാണ് അവിടെ നിലയുറപ്പിച്ചവർക്കുണ്ടായിരുന്നതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. സമീപത്ത് ജയ്സാൽമീർ എയർബേസ് മാത്രമാണ് ഒരു വ്യോമ താവളമായി ഉണ്ടായിരുന്നത്. അതായത് എന്തെങ്കിലും തരത്തിലുള്ള ഒരു എയർ സപ്പോർട്ട് വേണമെങ്കിൽ ഉണ്ടായിരുന്നത് ആകെ ഒരു ചെറിയ എയർബേസ് മാത്രമായിരുന്നു. പക്ഷെ അത് അത്ര വികസിച്ച ഒന്നായിരുന്നില്ല. അവിടെ നിന്ന് നമുക്ക് അന്നുണ്ടായിരുന്ന വ്യോമസേനയുടെ വിമാനങ്ങളും അത്ര പെർഫെക്റ്റ് ആയിരുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. ഡിസംബർ 4 പാകിസ്ഥാൻ സൈന്യം അതിർത്തി കടന്ന് ഈ ഒരു ഭാഗത്തേക്ക് കടന്നു വരികയാണ്. രാജസ്ഥാനിലെ രാംഗഡ് പട്ടണം പിടിക്കാനായിരുന്നു ആദ്യം അവർ ലക്ഷ്യമിട്ടത്. എന്തായാലും 3000 സൈനികർ, 60 യുദ്ധ ടാങ്കുകൾ, അനേകം വാഹനങ്ങൾ,
കവചിത വാഹനങ്ങളൊക്കെയാണ്. ഇവയെല്ലാമായി യുദ്ധ കൊതിമൂത്ത പാകിസ്ഥാൻ ഇന്ത്യയിലേക്ക് ആഞ്ഞ് അടിക്കുകയായിരുന്നു. ഇവർ അതിർത്തി കടന്ന വിവരം ഉടൻ തന്നെ നിരീക്ഷണ സംഘങ്ങൾ മേജർ കുൽദീപ് സിംഗ് ചാന്ദ്പുരിയെ അറിയിച്ചു. മേജർ ഉടൻ തന്നെ ബറ്റാലിയൻ ആസ്ഥാനത്തേക്ക് വിവരം കൈമാറി. പക്ഷേ സഹായം എത്തുന്നതിന് മണിക്കൂറുകൾ വരുമായിരുന്നു. കാരണം ഈ ഒരു ലോങ്ങേവാലയിലേക്ക് മറ്റു ഭാഗങ്ങളിലുള്ള ബറ്റാലിയനുകൾ എത്തിച്ചേരുന്നതിന് മണിക്കൂറുകൾ എടുക്കുമായിരുന്നു. 5-6 മണിക്കൂറുകൾ എടുക്കുന്ന ദൂരം ഉണ്ടായിരുന്നു. ബറ്റാലിയൻ ആസ്ഥാനത്ത് നിന്ന് ഇവർക്ക് വരുന്ന ഒരു നിർദ്ദേശമുണ്ട്: നിങ്ങൾ ഒന്നുകിൽ പോരാടുക, അല്ലെങ്കിൽ രാംഗഡിലേക്ക് മടങ്ങുക. ഇവരുടെ ആസ്ഥാന ബറ്റാലിയനിലേക്ക് മടങ്ങുക, അല്ലെങ്കിൽ നിങ്ങൾ നിൽക്കുന്ന പൊസിഷനിൽ നിന്ന് പോരാടുക. ഈ ഒരു 2 ഓപ്ഷൻസ് മാത്രമായിരുന്നു അവർക്ക് ലഭിച്ചത്. പക്ഷേ പോരാടാൻ തന്നെയായിരുന്നു ചാന്ദ്പുരിയുടെ തീരുമാനം. ഇന്ത്യൻ സേന ആ തരത്തിലാണ് ചിന്തിക്കുന്നത്. അവർ ഏതൊരു പ്രതിസന്ധിയിലും ഒരിക്കലും ഇന്ത്യയുടെ ഇന്ത്യ എന്ന വികാരം ഇട്ടെറിഞ്ഞ് ഓടി രക്ഷപ്പെടുന്ന ആളുകളെയല്ല. എന്നാൽ പാകിസ്ഥാൻ സൈന്യം പല തവണ അവരുടെ ഈ ഒരു കാര്യം, ഒളിച്ചോട്ടം, ഈ പറഞ്ഞ പോലെ എന്താ പറയുക, ശത്രുവിനെ പേടിച്ച് രക്ഷപ്പെടുന്ന ആ ഒരു സ്ഥിതി പല വട്ടം പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നുണ്ടാവുകയും എന്താ പറയുക, അപമാനകരമായ തോൽവികൾ ഏറ്റുവാങ്ങിയ ഒരു രാഷ്ട്രം എന്നുള്ള പേര് ഒരിക്കലും പാകിസ്ഥാന്റെ മാറുകയുമില്ല. എന്തായാലും 3000 ശത്രു സൈനികരെ നേരിടാൻ 120 ഇന്ത്യൻ സൈനികർ മാത്രം. വല്ലാത്തൊരവസ്ഥയായിരിക്കും. എന്തായാലും ലോക സൈനിക ചരിത്രത്തിൽ തന്നെ ഏറ്റവും ഐതിഹാസികമായ ഒരു ചെറുത്തുനിൽപ്പിനാണ് പിന്നീട് കളം ഒരുങ്ങിയത് എന്നുള്ളതാണ് സത്യം. ലോങ്ങേവാലയിൽ രാത്രിയോടെ പാക് സൈന്യം ലോങ്ങേവാല പോസ്റ്റിന് സമീപത്തെത്തുന്നു. അവിടെ ആക്രമണം തുടങ്ങുന്നു. പോസ്റ്റിലുണ്ടായിരുന്ന ആകെ ഈ മരുഭൂമിയിലൂടെ സഞ്ചരിക്കാൻ 5 ഒട്ടകങ്ങളെ തയ്യാറാക്കി നിർത്തിയിരുന്ന ആ 5 ഒട്ടകങ്ങളെയും ഇവർ വെടിവെച്ച് കൊല്ലുകയാണ്. പക്ഷേ നമ്മുടെ മേജർ മികച്ച യുദ്ധതന്ത്രജ്ഞൻ കൂടിയായിരുന്നു. ചാന്ദ്പുരി അവസരം കാത്ത് ഇരുളിൽ മറഞ്ഞിരുന്നു. ടാങ്കുകൾ, ഈ പാകിസ്ഥാന്റെ ടാങ്കുകൾ കുറച്ചുകൂടി അരികിലെത്തിയതോടുകൂടി ഇന്ത്യൻ സൈന്യത്തിന്റെ ടാങ്ക് വേദ തോക്കുകൾ അത് വെച്ച് ഇന്ത്യ കനത്ത പ്രഹരമേൽപ്പിക്കുകയാണ് പാകിസ്ഥാന്റെ ടാങ്കുകൾക്ക്. ഇതിനിടെ ജയ്സാൽമീറിലുള്ള എയർബേസിലേക്ക് അടിയന്തര സഹായം ആവശ്യപ്പെട്ട് സേനയുടെ സന്ദേശം എത്തുന്നുണ്ട്. പക്ഷേ അവിടെ ചുമതല വഹിച്ച വിംഗ് കമാൻഡർ MS ബാവ നിസ്സഹായനായിരുന്നു. കാരണം വിമാനങ്ങൾക്ക് നൈറ്റ് വിഷൻ സംവിധാനങ്ങൾ ഇല്ലാത്തതിനാൽ പുലർച്ചെ വരെ കാത്തിരിക്കുകയല്ലാതെ മറ്റു മാർഗമില്ലായിരുന്നു. അപ്പോൾ ഈ തരത്തിൽ വളരെയേറെ എന്താ പറയുക, പ്രതികൂല സാഹചര്യങ്ങൾ നേരിട്ടുകൊണ്ടാണ് ഈ ഒരു യുദ്ധം നടക്കുന്നത്. ശത്രുവിനാൽ ചുറ്റപ്പെടുക, ചെറുത്തുനിൽപ്പിന് വേണ്ടി പോരാടുക, നരകതുല്യമായ ആ രാത്രിയെ ധീരമായി ലോങ്ങേവാലയിലെ സൈനികർ നേരിടാൻ തീരുമാനിക്കുകയാണ്. 5-ാം തീയതി രാവിലെ പ്രകാശം പരന്നതോടെ ജയ്സാൽമീർ എയർബേസിലെ റൺവേയിൽ ഇന്ത്യൻ വ്യോമസേനയുടെ യുദ്ധവിമാനങ്ങൾ ഇരമ്പി പറന്നു. HF-24 മാരുത്, ഹോക്കർ, ഹണ്ടർ എന്നീ യുദ്ധവിമാനങ്ങളാണ് ലോങ്ങേവാലയിലേക്ക് എത്തിയത്. അതായത് എയർ സപ്പോർട്ട് നൽകാനായി വളരെ പെട്ടെന്ന് തന്നെ പുലർച്ചയോടുകൂടി ഇന്ത്യൻ വായുസേന ലോങ്ങേവാലയിലേക്ക് ഇരച്ചെത്തുന്നു. എയർക്രാഫ്റ്റിൽ ഉണ്ടായിരുന്ന ടാങ്ക് വേദ ഗണ്ടുകൾ ടാങ്കുകൾക്ക് നേരെ, പാകിസ്ഥാന്റെ ടാങ്കുകൾക്ക് നേരെ കനത്ത ആക്രമണമാണ് അഴിച്ചുവിടുന്നത്. ആദ്യഘട്ട ആക്രമണത്തിൽ തന്നെ പാകിസ്ഥാന്റെ 5 ടാങ്കുകൾ നശിപ്പിച്ചു. ഇന്ധനം നിറച്ച് വീണ്ടും പറന്നെത്തിയ യുദ്ധവിമാനങ്ങൾ ഇന്ത്യയെ കീഴടക്കാൻ വന്ന പാക് ടാങ്കുകളെ യാതൊരു ദയവുമില്ലാതെ തകർത്തെറിയുകയായിരുന്നു. വിമാനങ്ങളിൽ നിന്ന് രക്ഷ നേടാനായി ടാങ്കുകൾ വൃത്തത്തിൽ ഓടിക്കാനും പൊടിപടലങ്ങൾ ഉയർത്തി ശ്രദ്ധ തെറ്റിക്കാനും പാക് സൈന്യം ശ്രമിച്ചിരുന്നു. ലോങ്ങേവാലയിലെ മണൽപ്പരപ്പിൽ പാക് ടാങ്കുകൾ സൃഷ്ടിച്ച വൃത്തങ്ങളുടെ ചിത്രം പിന്നീട് വ്യോമസേന പകർത്തി പിൽക്കാലത്തെ പ്രശസ്തമായ യുദ്ധരേഖകളാക്കി മാറ്റി എന്നുള്ളതാണ് ചരിത്രം. എന്തായാലും പാക് പ്രതിരോധം കൊണ്ട് ഒരു പ്രയോജനവും അവിടെ ഉണ്ടായില്ല. പിറ്റേന്ന് വൈകുന്നേരം വരെ തുടർന്ന പോരാട്ടത്തിൽ അവരുടെ 200ഓളം പട്ടാളക്കാർ മരിച്ചു, 200ഓളം വാഹനങ്ങൾ തകർക്കപ്പെട്ടു, 38 ടാങ്കുകൾ നശിപ്പിക്കപ്പെട്ടു. പാകിസ്ഥാന് 38 ടാങ്കുകൾ നഷ്ടപ്പെട്ടു എന്ന് പറയുമ്പോൾ അന്നത്തെ ഒരു ബില്യൺ അതിന് മുകളിൽ നഷ്ടം സംഭവിച്ചു എന്നുള്ളതാണ്. പല ടാങ്കുകളും ഇന്ത്യൻ സൈന്യം പിടിച്ചെടുത്തു. അവ ഇപ്പോഴും ലോങ്ങേവാലയിൽ സന്ദർശിക്കുന്ന ആളുകൾക്ക് കാണാനായിട്ട് അവിടെ മ്യൂസിയമായിട്ട് ആ ഒരു മ്യൂസിയത്തിൽ സൂക്ഷിച്ചിട്ടുണ്ട് കേട്ടോ. ശേഷിക്കുന്ന പാകിസ്ഥാന്റെ പട അവിടെ നിന്ന് ഓടി അതിർത്തി കടന്ന് പാകിസ്ഥാനിലേക്ക് തിരിച്ചുപോയി. ആ തരത്തിലേക്കാണ് വരുന്നത്. പിന്നെ ഒരുപാട് ആളുകളെ ഇന്ത്യൻ
സേന പിടിക്കുന്നുണ്ട്. അപ്പോൾ ഈ ലോങ്കേവാലെ പോരാട്ടം പിൽക്കാലത്ത് വളരെയേറെ വലിയ ഒരു എന്താ പറയുക ധൈര്യത്തിൻ്റെയും കർമ്മോത്സുകതയുടെയും ഒക്കെ ഒരു അടയാളമായി ഇന്ത്യൻ സേനയുടെ പോരാട്ട വീര്യത്തിൽ അടയാളപ്പെടുത്തുകയായിരുന്നു. അങ്ങനെ വളരെ വിശദമായിട്ടുള്ള ഒരു നടപടി, അതിലൂടെ ലോങ്കേവാലെ യഥാർത്ഥത്തിൽ അതൊരു തുടക്കമായിരുന്നു. 13 ദിവസം നീണ്ടുനിന്ന 1971 യുദ്ധത്തിൽ പാകിസ്ഥാൻ കനത്ത പരാജയം ഏറ്റുവാങ്ങി. എല്ലാ ഭാഗത്തും യുദ്ധം നടന്ന ഭാഗങ്ങളിലെല്ലാം പാകിസ്ഥാൻ്റെ പരാജയം പൂർണ്ണമായിരുന്നു. ഒടുവിൽ കീഴടങ്ങിയതായിട്ട് പാകിസ്ഥാന് ഒരു ഉടമ്പടി ഉണ്ടാക്കുകയും അതിൽ ഇന്ത്യയുടെ ജനറൽമാർക്ക് മുന്നിൽ ഒപ്പുവെക്കേണ്ടതായും വന്നു. ഈ യുദ്ധത്തെ തുടർന്നാണ് ബംഗ്ലാദേശ് രൂപീകരിക്കപ്പെടുന്നതും പാകിസ്ഥാൻ എന്ന രാജ്യം അല്ലെങ്കിൽ ബംഗ്ലാദേശ് എന്ന മറ്റൊരു പുതിയ രാജ്യം, ഇന്ത്യ എന്ന മഹാരാജ്യം, ഇങ്ങനെ ഏഷ്യൻ ഉപഭൂഖണ്ഡം തന്നെ മാറ്റി വരയ്ക്കപ്പെടുകയും ചെയ്യുന്നത്.